നമസ്കാരം, ഇത് ഐബിഎൻ മലയാളം. ശബ്ദമില്ലാത്തവന്റെ ശബ്ദം എന്നൊരൊറ്റ പാട്ടിലൂടെ ജനമനസ്സിൽ കയറിയ റാപ്പ് ഗായകനാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി. കഞ്ചാവ് കൈവശം വെച്ചതിന് പോലീസ് വേടനെയും മറ്റ് 9 അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തിരുന്നു. 6 ഗ്രാം കഞ്ചാവായിരുന്നു ഇവരുണ്ടായിരുന്ന വൈറ്റിലയിലെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത്. പിന്നീട് വേടന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ ഗാനങ്ങളിലൂടെ രാഷ്ട്രീയം മാത്രം പറയുന്ന വേടനെ വെറുതെ വിടാൻ സർക്കാരോ അധികാരികളോ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ലോബിയോ തയ്യാറായിരുന്നില്ല. അടിക്കടി സിനിമാ മേഖലയിൽ നിന്ന് ലഹരി ഉപയോഗത്തിന്റെ വാർത്തകൾ വരുമ്പോഴും അതിന്റെ സ്രോതസ് കണ്ടുപിടിക്കാനോ അത് ചർച്ച ചെയ്യാനോ ആയിരുന്നില്ല ഇവിടുത്തെ സർക്കാർ വെമ്പൽ കൊണ്ടത്. എങ്ങനെയും വേടനെ അകത്താക്കുക എന്നത് മാത്രമായിരുന്നു. അതിനവർ കണ്ടെത്തിയ മാർഗം മാത്രമായിരുന്നു വേടന്റെ കഴുത്തിലെ പുലിപ്പല്ലിന്റെ മാല. തികച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രം. ഈ അവസരത്തിൽ രാജേഷ് നാഥൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പുണ്ട്. അതിൽ വ്യക്തമായി ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. പോസ്റ്റ് ഇങ്ങനെയാണ്: സവർണ മുസ്ലിം ഫാസിസത്തിന്റെ ഇരയാവുകയായിരുന്നു ഹിരൺദാസ് മുരളി എന്ന ദളിത് വേടൻ. മുഹമ്മദ് ഫാസിൽ എന്ന ഡബ്സി അവന്റെ കയ്യിൽ ഇരിപ്പുകൊണ്ട് മാത്രം സ്വന്തം കരിയിൽ തുറച്ചുകൊണ്ടിരുന്നപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ മുന്നിലേക്ക് വന്ന വേടന്റെ വളർച്ച പാണക്കാടന്മാർക്ക് പാലൂട്ടുന്ന സവർണ മുസ്ലിം ജിഹാദികൾക്ക് രസിച്ചില്ല. 6 ഗ്രാം വരെ കഞ്ചാവ് പിടിച്ചാലും കേസിൽ നിന്ന് ഊരിപ്പോവാമെന്നിരിക്കെ വേടന്റെ കയ്യിൽ നിന്നും പിടിക്കുന്നത് 6 ഗ്രാമിൽ കൂടുതലായിരിക്കണമെന്ന് തിരക്കഥയിൽ ഉണ്ടായിരുന്നു. രാസലഹരിക്കെതിരെ പരസ്യമായി വേടൻ പറഞ്ഞതും അയാൾക്കെതിരെ തിരിയാൻ നർക്കോട്ടിക് ജിഹാദ് നടത്തുന്നവർ തീരുമാനിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി പക്വമായി തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് നല്ലൊരു മനുഷ്യനായി തിരിച്ചു വരാമെന്ന വേടന്റെ വാക്കുകൾ പോലും മുസ്ലിം ഫാസിസ്റ്റുകൾ പ്രതീക്ഷിച്ചതല്ല. വേടന്റെ തുടക്കകാലത്ത് സവർണ മുസ്ലിം കൂട്ടർ അവനോടുള്ള സ്നേഹപ്രകടനമായി വിരുന്നുകളും മറ്റും നൽകിയിരുന്നു. മദ്യസൽക്കാരവും കഞ്ചാവടക്കം എല്ലാം വീഡിയോയായി ചിത്രീകരിക്കുകയും ചെയ്തു. ഇനി ഓരോന്നായി പുറത്തു വരും. ഒന്നുകിൽ വേടൻ സവർണ മുസ്ലിം ഫാസിസത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരും, അല്ലെങ്കിൽ അവരോടൊപ്പം ഐക്യപ്പെടും. ഇരട്ട നീതിയാണ് എന്നും ഇവിടെ ഉണ്ടാകുന്നതെന്ന് വേടൻ പറഞ്ഞത് എത്ര ശരിയാണല്ലേ. ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം.